അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഇടിമിന്നൽ വെട്ടി. അപ്രതീക്ഷിതമായിട്ടൊരു ഒരു ഹായ്, ഒരു ഹലോ വരുന്നു. അങ്ങനെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചില അനുഭവങ്ങളുണ്ടാവും. ഞാൻ എന്തൊരു ദുഷ്ടയാണ്, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ. ഹലോ ആൻഡ് വെൽക്കം ടു ചിന്താവിഷ്ടയായ അമോഖയുടെ നെക്സ്റ്റ് വ്ളോഗ്. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ചിന്താവിഷ്ടയാണെന്ന് തോന്നുന്നുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. സാധാരണ ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് എൻ്റെ വ്ളോഗ്സ് ചെയ്യാറ്. ഇന്നൊരു വ്യത്യാസമുണ്ടായി, ഒരു അനുഭവം ഉണ്ടായി. അതിനെ തുടർന്ന് അതിനെപ്പറ്റി എഴുതണമെന്ന് തോന്നി. അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൂടാ. നമ്മളൊക്കെ ഈ കോർപ്പറേറ്റ് ജീവിതത്തിൽ പറയുന്ന ഒരു വലിയ ആശയമാണ് നമ്മുടെ ടീം, നമ്മുടെ ഗ്രൂപ്പ് ഒരു കുടുംബം പോലെയാണ് എന്നുള്ളത്. നമ്മളൊരു ഫാമിലി പോലെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അടുത്ത നല്ല സഹോദരന്മാരെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടും. ചിലരൊക്കെ നമ്മളോട് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്ര നല്ല മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? എന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഒരു കൊളീഗിനെ കിട്ടിയത്. ഇവള് ശരിക്കും എൻ്റെ സഹോദരി പോലെ തന്നെയാണ് അല്ലേ എന്നും പറഞ്ഞ് നമ്മളങ്ങനെ പല ആളുകളെയും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചില അനുഭവങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ ബാക്കി ചിലപ്പോൾ ഈ ചിന്താവിഷ്ടയാണല്ലോ ഞാൻ, അതുകൊണ്ട് ചിലപ്പോൾ എനിക്കിതൊക്കെ ഇനി തോന്നുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഒരു പുള്ളിക്കാരിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഈ പേര് മാറ്റി ഞാൻ പുള്ളിക്കാരിയെ നാൻസി എന്ന് വിളിക്കാം. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും നാൻസി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കമ്പനിയിൽ ചെയ്യാറുണ്ട്. എപ്പോഴും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു ജോലി ചെയ്യുന്ന മേഖലയുടെ വലിയൊരു പങ്ക് ഞാൻ ജോലി ചെയ്യുന്നത് പല ഫങ്ഷൻസിലുള്ള പല ബിസിനസ്സസിലുള്ള ആളുകളുമായിട്ടും അവരുടെ ഇനിഷ്യേറ്റീവ്സിനെ സക്സസ് ആക്കാനും വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഇനിഷ്യേറ്റീവ്സിൽ ജോലി ചെയ്യുകയും അതിനെ ഫലിപ്പിക്കുകയും ഒരുപാട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ജോലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഫീസ് കാര്യങ്ങളല്ലെങ്കിൽ പോലും നാൻസി എപ്പോഴും ഒരു നല്ല സുഹൃത്ത് ബന്ധം എന്നോട് പുലർത്തിയിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ. പിന്നെ ആ ചായ കുടിക്കാൻ പോകുമ്പോഴെല്ലാം പുള്ളിക്കാരിയുടെ വീട്ടുവിശേഷങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ പറയുകയും ഒരുപാട് സമയം പുള്ളിക്കാരിയുടെ പ്രശ്നങ്ങളും വിശേഷങ്ങളും ചിന്തകളും ഒക്കെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുകയും അതൊക്കെ വളരെ പേഷ്യൻ്റായിട്ട് ഞാനിരുന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാര്യമാണല്ലോ. ഇപ്പം ഏത് കോർപ്പറേറ്റ് വേൾഡ് ആണെങ്കിലും നമുക്ക് നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ലോകവും കീഴടക്കാമെന്ന് നമുക്കും തോന്നും. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ, ഈ കോർപ്പറേറ്റ് വേൾഡ് കണ്ടു തുടങ്ങിയിട്ട് ഒരു 10-18 വർഷത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളിലൂടെയും അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്ഷിപ്സ് കാണുമ്പോൾ മനസ്സിലൊരു ഭയവും ഉണ്ട്. ഇത് ശരിക്കും ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആണോ? അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഇടിമിന്നൽ വെട്ടി. എന്തായിരുന്നു അത്? ഒരു റീസ്ട്രക്ചറിങ്. ഈ കമ്പനീസ് റീസ്ട്രക്ചർ ആകുമ്പോൾ പല റോൾസും ചേഞ്ച് ആവും, പല റിക്വയർമെൻറ്റ്സ് മാറും. അങ്ങനെ മാറിയ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഒരു വ്യത്യസ്തമായ ടേൺ എടുത്തു. പുള്ളിക്കാരിക്ക് ഞാനുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി അവിടെ ഇല്ലാതെയാവുന്നു. അതേ തുടർന്ന് പിന്നീട് കാണുമ്പോഴേക്ക് സംസാരം കുറയുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ മെസ്സേജുകളൊന്നുമില്ല, വലിയ ഹായ് ഹലോ ഒന്നുമില്ല, കോമഡി റീൽസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു സൈലൻസിലേക്ക് പതുക്കെ നീങ്ങുന്നു. നമ്മൾ അങ്ങോട്ട് ഹലോ പറഞ്ഞാലും പുള്ളിക്കാരി ഒരു തിരക്കൊക്കെ ഭാവിച്ചങ്ങ് ഒഴിഞ്ഞു മാറുന്നു. കാരണം അവിടെ നമ്മളെ കൊണ്ടുള്ള പുള്ളിക്കാരിയുടെ ആവശ്യം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആശയം നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒരു കുടുംബം പോലെ, അവൾ എൻ്റെ സഹോദരിയെ പോലെയാണ്, എന്ത് നല്ല കൂട്ടുകാരിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ ശരിക്കും ഒരു കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. അപ്പം ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നതായിരിക്കും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ ഫീലാവുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനതിനെ സ്വയം ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ ചിലപ്പോൾ അങ്ങ് കുഴിച്ചു മൂടാറുണ്ട്. അങ്ങനെ ഞാനിതൊന്ന് കുഴിച്ചു മൂടി. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ഇതൊക്കെ എനിക്കുള്ള വെറും തോന്നലുകളാണ്, വെറുതെ ഞാൻ മനുഷ്യരെ പറ്റി ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ഈ വിഷയം അങ്ങ് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടൊരു ഹായ്, ഒരു ഹലോ വരുന്നു. ഞാൻ ആലോചിക്കുന്നു, അയ്യോ എന്തു പറ്റി പെട്ടെന്ന്. ഞാനും ഹലോ പറയുന്നു, കുശലങ്ങളൊക്കെ ചോദിക്കുന്നു.
വീട്ടിലെന്തുണ്ട് വിശേഷം, എല്ലാം ഇങ്ങനെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു. അയ്യോ ഇപ്പോൾ സമ്മറാണല്ലോ, എന്തൊരു ചൂടാണ്, അങ്ങനെ അതിനെക്കുറിച്ച് വിശേഷങ്ങൾ പറയുന്നു, വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എല്ലാവർക്കും സുഖമാണോ, ഭയങ്കര കൺസേൺ. അങ്ങനെ ആകെ കൂടെ ഒരു സ്നേഹപ്രകടനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെസ്സേജുകളിലൂടെ. അപ്പോഴും ഞാൻ എന്തുകൊണ്ടോ ഞാൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. ഞാൻ വളരെ ഞാനങ്ങ് സന്തോഷിച്ചു. അയ്യോ ഞാനപ്പോൾ എന്നെപ്പറ്റി തന്നെ ഓർത്തു. എന്ത് തെറ്റായിപ്പോയി ഞാൻ ഈ പുള്ളിക്കാരിയെപ്പറ്റി വിചാരിച്ചത്, എന്ത് മോശമായിപ്പോയി. ഞാൻ അങ്ങനെയൊക്കെ പുള്ളിക്കാരിയെപ്പറ്റി വിചാരിക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും ഒരു നല്ല സഹോദര സ്നേഹമുള്ള നല്ല ഒരു കുട്ടി എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് പിന്നെ മെസ്സേജൊന്നുമില്ല, ഒരു ഗ്യാപ്പ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതും നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കുശലമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് അനക്കമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുശലം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് പോയി, പാവം. ഞാൻ എന്തൊരു ദുഷ്ടയാണ്, ഞാൻ ഈ ആളുകളെപ്പറ്റി എന്തിനെങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എന്താണ് ആ കാര്യം? പുള്ളിക്കാരിയുടെ ഒരു ഇനിഷ്യേറ്റീവ് പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് എല്ലാ ആഴ്ചയും എൻ്റെ ബാൻഡ് വിഡ്ത്തിൽ നിന്നും ഒരു സമയം വേണ്ടി വരും ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാനായിട്ട്. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു പുള്ളിക്കാരി എന്നെ മെസ്സേജ് ചെയ്തത്. ഇത്രയും മാസങ്ങൾക്ക് ശേഷം ആ ഒരു സൈലൻസ്, 2-3 വർഷം ഞങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളിലും ഒരുമിച്ച് ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു റീസ്ട്രക്ചറിങ് വന്നു കഴിഞ്ഞ് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ കഴിഞ്ഞ ഒരു വർഷം. ഒരു ഹായ് ഇല്ല, ഒരു ഹലോ ഇല്ല, ലഞ്ച് കഴിപ്പില്ല, ചായ കുടിയില്ല, കോമഡി ഇല്ല, റീലില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അതാ പിന്നെയും ഒരു ഹലോയിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ് മാഡം. എന്തിന്? അടുത്ത ടാസ്ക് കിട്ടി, നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ സഹോദരബന്ധം പിന്നെയും ഓർമ്മ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കുടുംബ ബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധം പലപ്പോഴും കോർപ്പറേറ്റ് വേൾഡിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡയറി എടുത്തതല്ല, എഴുതി എൻ്റെ വിഷമം അങ്ങ് ജേർണൽ ചെയ്ത് തീർത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ ഒരു സംഭാഷണം തന്നെ ആയാലോ. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അതാണ് കുട്ടികളെ എൻ്റെ ഇന്നത്തെ വ്ളോഗിൻ്റെ കഥന. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്നത്? ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ പറയൂ. എൻ്റെ ചിന്താഭാരം കുറച്ച് കുറയട്ടെ, അതോ ഇനി കൂടുമോ? എന്തായാലും ഈ വിഷമത്തിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവർ പ്ലീസ് കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ ചുരുങ്ങി വിരലിൽ എണ്ണാവുന്ന അത്ര ആളുകളായി മാറും അല്ലേ? ഇത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതോ ചിലപ്പോൾ എനിക്ക് തോന്നുമായിരിക്കും അങ്ങനെ. അല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സുള്ള ഒരുപാട് പേര് കാണും. ഞാൻ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് 3000 ഫ്രണ്ട്സ് ഉണ്ടോ, 30,000 ഫ്രണ്ട്സ് ഉണ്ടോ, വിർച്വലായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്ന ഫ്രണ്ട്സിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മൾ ഇൻ പേഴ്സൺ സമയം ചിലവഴിക്കുന്നതും നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതുമായ കൂട്ടുകാരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്നല്ല. ഒരുപാട് നല്ല ഫേസ്ബുക്ക് സുഹൃത്തുക്കളും ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അത്രയും നല്ല ഒരു കൂട്ടുകാരിയെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്ത് നന്നായി, ഭാഗ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ കൂട്ടുകൂടും. എന്നിട്ട് അവർ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു മല എത്തുമ്പോൾ അവിടുന്ന് ടപ്പേന്ന് തള്ളി താഴെ ഇടും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുമുണ്ട്, ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും പഠിക്കത്തില്ലല്ലോ, അതാണല്ലോ ചിന്താവിഷ്ടയായ അമോഘയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. കൊച്ചു കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടുമ്പോഴാണല്ലോ നമ്മൾ ചിന്താവിഷ്ടയാവുന്നത്.
ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്താഭാരം കുറച്ച് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്കും ചിന്താഭാരം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഈ വ്ളോഗിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ വീണ്ടും ഒരു ടോപ്പിക്കുമായി, വീണ്ടും ഒരു ചിന്താഭാരവുമായി വരുന്നത് വരെ ബൈ.